പലതരത്തിലുള്ള മൈലാഞ്ചികൾ ലഭ്യമാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് വുളുവിനെ ബാധിക്കുന്നതാണോ? വുളുവിനെ ബാധിക്കുമ്പോൾ അത് നമസ്കാരത്തെ ബാധിക്കും. അപ്പോൾ ആ നിലക്കാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. ഇവിടെ വളരെ സിമ്പിളായ ഒരു നിയമം നമ്മളിതിൽ മനസ്സിലാക്കിയാൽ ഈ വിഷയത്തിലുള്ള ഒരു ഉത്തരത്തിലേക്ക് ചോദ്യകർത്താക്കൾക്ക് തന്നെ എത്താൻ സാധിക്കും. നമ്മൾ വുളു എടുക്കുമ്പോൾ വുളുവിൻ്റെ അവയവങ്ങളിലെല്ലാം തന്നെ വെള്ളം എത്തേണ്ടതുണ്ട്. അങ്ങനെ എത്തിയാൽ മാത്രമേ വുളു ശരിയാവുകയുള്ളൂ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു വ്യക്തി വുളു എടുത്തു. അങ്ങനെ അയാളുടെ കാലിൽ ഒരു നഖത്തിൻ്റെ അത്രയും ഭാഗം അയാൾ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ അവിടെ നനഞ്ഞില്ല. ഒരു നഖത്തിൻ്റെ അത്രയും ഭാഗം നനയാതെ അയാൾ വിട്ടു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടപ്പോൾ പറഞ്ഞത് ഇർജി ഫഅഹ്സിൻ വുളു എന്നാണ്, നീ പോയി മാറ്റി വുളു എടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഒരു നഖത്തിൻ്റെ അത്രയും ചെറിയ ഭാഗം പോലും നനയാതിരുന്നപ്പോൾ വുളു മാറ്റിയെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഒരു നഖത്തിൻ്റെ അത്ര പോലും ഗ്യാപ്പ് വുളുവിൻ്റെ അവയവങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇവിടെയുള്ള തത്വം ഇതാണ്, വുളുവിൻ്റെ അവയവങ്ങൾ മുഴുവൻ നനയൽ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ വുളു ശരിയാവുകയില്ല. വുളു ശരിയായിട്ടില്ലെങ്കിൽ നമസ്കാരവും ശരിയാവുകയില്ല.